മാത്സ് ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ പേര് അജിത് മോഹൻ എം എസ്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണ്. പ്ലസ് ടുവിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതുവരെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കവർ ചെയ്തു, 2 കവർ ചെയ്തു, 3 കവർ ചെയ്തു, 4 കവർ ചെയ്തു. 4 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് അഞ്ചാമത്തെ ചാപ്റ്ററാണ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. എന്നാണ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്റർ പോലെ തന്നെയാണ് 2 സെഷനായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും 2 എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി, ഓരോ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിന് മുമ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലസ് 1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അത് ഒന്ന് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ദെൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആവശ്യം വരിക എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ? ലിമിറ്റ് എക്സ് എച്ച് ടെൻസ് ടു 0. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ സൈൻ എക്സിൻ്റെ, കോസ് എക്സിൻ്റെ, ടാൻ എക്സിൻ്റെ, കോട്ട് എക്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത് 2 ഇക്വേഷനുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 ആണ്. അതായത് ഒരു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ലഭിക്കുന്നത് 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡെറിവേറ്റീവ് കാണിക്കാൻ വേണ്ടിയാണ് ഡി എക്സ് എന്ന് ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത്. രണ്ടെന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. 3 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. n എന്ന് പറയുന്നത് ഏത് വേണമെങ്കിൽ ആവാം. 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, ഏത് വേണമെങ്കിൽ ആവാം. n ഫ്രണ്ടിൽ എഴുതുക, ആ എന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് അതിൻ്റെ പവർ ആയിട്ട് എഴുതുക. ദെൻ നാലാമത്തെയും പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ദെൻ 5 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ദെൻ 6 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സി സ്ക്വയർ എക്സ്. ദെൻ 7 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് എക്സ് ഈക്വൽ ടു സീക് എക്സ് ടാൻ എക്സ്. sec x tan x. Then d by dx of sec x is equal to sec x tan x. d by dx of tan x is equal to c square x. Then 8 എന്ന് പറയുന്നത് d by dx of cosec x minus cosec x cot x. മൈനസ് cosec x cot x ആണ് d by dx of cosec x എന്ന് പറയുന്നത്. then അടുത്തത് d by dx of cot x മൈനസ് cosec square x. d by dx of cot x is equal to minus cosec square x. then അടുത്തതെന്ന് പറയുന്നത്
ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x മൈനസ് 1/x². അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ദെൻ 13ാമത് പഠിക്കാനുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് തെൻസിക്കൽ ടു ഇ റേസ് ടു എക്സ് തന്നെയാണ്. 13 ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസിക്കൽ ടു ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇതാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കേണ്ട ഫോർമാറ്റുകളെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. അതും കൂടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വഴി നമുക്ക് പറയാം. ആ ക്വസ്റ്റ്യൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. ചെയിൻ റൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പറയാം. നിങ്ങൾ ഇതുവരെയുള്ളത് നിങ്ങൾ എവിടെ പഠിച്ചതാണ്? +1 പഠിച്ചതാണ്. ഇനി ലെബനീസ് റൂളും കോഷ്യൻ റൂളും എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ പറയാം. ലെബനീസ് റൂളും കോഷ്യൻ റൂളും. ഓക്കെ, ലെബനീസ് റൂള് അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂള് UV the whole derivative. രണ്ട് ഫംഗ്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ബാർ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ബാർ ഇട്ടേക്കുന്നത്. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദെൻ രണ്ടാമത് U/V കോഷ്യൻ റൂൾ എന്ന് പറയും. കോഷ്യൻ റൂൾ രണ്ട് ഫംഗ്ഷനുകൾ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെ കോഷ്യൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇതാണ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെയുള്ള പാർട്ടാണ്, മുകളിലുള്ള പാർട്ടിനെ ന്യൂമറേറ്റർ എന്ന് പറയും. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസ് ആയിട്ട് +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ പഠിക്കേണ്ടത് ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കാര്യമാണ്. വാട്ട് ഈസ് കണ്ടിന്യൂറ്റി? കണ്ടിന്യൂറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു FOC. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു FOC ആകുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. LHL എന്താണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. LHL എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ്. RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. C എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ തന്നിരിക്കുന്ന നമ്പർ, അതായത് ആ ഫംഗ്ഷനിൽ ആ കോൺസ്റ്റന്റ് കൊടുക്കുക. ഓക്കെ, കോൺസ്റ്റന്റ് കൊടുത്ത് ചെയ്യുന്നതാണ് FOC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു FOC എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതിൻ്റെ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു FOC ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. f(x) ഈസ് ഈക്വൽ ടു ഇതാണ് x² + 1 x ലെസ് ദാൻ 1 x plus 1 x greater than 1 for the function is continuous or not at x is equal to 1. x 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ LHL ഈസ് ഈക്വൽ ടു
RHL ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ് കണ്ടീഷൻ. LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ LHL എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, 1 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? 1നേക്കാളും ചെറുതാകുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ദെൻ ഇവിടുത്തെ മൈനസ് കണ്ടീഷൻ ഒന്നും നോക്കണ്ട, ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മൈനസ് ഇട്ടിരിക്കുന്നത്. 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 1, 1 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. ദെൻ അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, അതാണ് RHL എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്? 1നേക്കാളും വലുതാകുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എടുത്ത് കൊടുക്കുക. 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 2 തന്നെയാണ് കിട്ടിയത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്. എഫ് ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എക്സ് എന്ന് പറയുന്നത് 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഇവിടെ LHL ഈസ് ഈക്വൽ ടു RHL ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഇവിടെ 1ന് പകരം ഇപ്പോൾ 2 ആണ് വന്നിരുന്നുവെങ്കിൽ ഇതെന്തായി? ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ. 2, ഇതിനെ തന്നെ ഞാൻ ഒരു മാറ്റം വരുത്തി ചെയ്യുകയാണ്. കെയുടെ വില കണ്ടുപിടിക്കാൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഇവിടുത്തെ എക്സ് പ്ലസ് 1ന് പകരം കെ പ്ലസ് 1 എന്ന് എഴുതുകയാണ്. ദെൻ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. Find the value of k. Then ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LHL ഈസ് ഈക്വൽ ടു RHL ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? LHL ഈസ് ഈക്വൽ ടു RHL ആണ്. എഫ് ഓഫ് LHL എന്ന് പറയുന്നത് എന്താണ്? LHL എന്ന് പറയുന്നത് then ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു RHL എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് മാത്രം കൊടുത്താൽ മതി. കാര്യം എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കും. ഇത് മാത്രം കൊടുക്കുക. ദെൻ 1 മൈനസ് ആകുന്ന സമയത്തുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1. ദെൻ LIM എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു LIM എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്താണ്? കെ പ്ലസ് 1. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1ൽ 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ കെ പ്ലസ് 1 തന്നെയാണ്. കെ പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ കെ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. 1 എന്ന് പറയുന്നത് പ്ലസ് ആണ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വില എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ഇങ്ങനെ തുടങ്ങിയ 2 ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചു വരുന്നത്. ഒന്ന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയും, 2 എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ കോൺസ്റ്റന്റിന്റെ വില കണ്ടുപിടിക്കാൻ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും, കോൺസ്റ്റന്റിന്റെ വില കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ. ഇനി ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് പറയുന്നത് മോഡ് വരുന്ന കണ്ടീഷൻ വരുന്ന ക്വസ്റ്റ്യനോട് ചോദിക്കാം. മോഡ് വരുന്ന കണ്ടീഷൻ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു. മോഡ് എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കറിയാം. മോഡ് എക്സ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻ ഉണ്ട്. മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? മൈനസ് എക്സും ആകാം, എക്സും ആകാം. മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സും ആകാം, എക്സും ആകാം. എക്സ് എന്ന് പറയുന്നത് എന്താകുമ്പോൾ? 0യേക്കാളും ചെറുതാകുമ്പോൾ എക്സിന്റെ വില മൈനസ് എക്സ് എന്ന് കൊടുക്കുക. ദെൻ എക്സ് എന്ന് പറയുന്നത് 0യേക്കാളും വലുതാകുമ്പോൾ എക്സിന്റെ വില എന്ന് പറയുന്നത് എന്തെന്ന് കൊടുക്കുക? എക്സ് ആയിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് തരുന്നതെങ്കിൽ എന്ത് വരും? 0യേക്കാളും വലുതാണ്. അപ്പോൾ എക്സ് ആയിട്ടിരിക്കും. എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദെൻ എക്സ് എന്ന് പറയുന്നത് 0യേക്കാളും ചെറുതാണെങ്കിലോ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്?
-1 ആണ്. അങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. മോഡ് എക്സിന്റെ കണ്ടീഷൻ പറയുന്ന -x, x എന്ന് പറയുന്ന കണ്ടീഷൻ വരും. മോഡ് എക്സ് എന്ന് പറയുന്ന -x x എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ -x ആണെങ്കിൽ -x 0 ചെറുതാണെങ്കിൽ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 വലുതാണെങ്കിൽ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇതിലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. കണ്ടിന്യൂറ്റിയിലെ ഫുൾ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ദെൻ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വളരെ വ്യക്തമായിട്ട് പഠിക്കുക. ദെൻ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ. ദെൻ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നല്ലതുപോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ.